ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഇന്ത്യ മുന്നണിയിൽ ഭിന്നത. AAP കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടതാണ് ഭിന്നതയ്ക്ക് കാരണം. അതേസമയം BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെ പുറത്തിറക്കിയിരുന്നു. ഹരിയാനയിൽ BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിച്ചത്. എന്നാൽ സീറ്റ് വിഭജനം സംബന്ധിച്ച് ധാരണയിലെത്താൻ സഖ്യത്തിന് സാധിച്ചിട്ടില്ല. ആം ആദ്മിക്ക് കൂടുതൽ സീറ്റ് നൽകേണ്ടതില്ല എന്നാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ അഭിപ്രായം. ആം ആദ്മി പാർട്ടി നേതാവ് രാഘവ് ചഡ്ഡയും ഹരിയാനയുടെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് ദീപക് ബാബറിയയുമായി നടത്തിയ ചർച്ചകളിൽ ആം ആദ്മിക്ക് 10 സീറ്റ് വേണമെന്ന ആവശ്യം രാഘവ് ചഡ്ഡ മുന്നോട്ട് വെച്ചതായാണ് വിവരം. അതേസമയം 67 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ കോൺഗ്രസിൽ ഏകദേശ ധാരണയായിട്ടുണ്ട്. ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പൂനിയയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിച്ചേക്കും. ഇരുവരും ഉടനെ കോൺഗ്രസ് അംഗത്വം എടുക്കുമെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പൂനിയയും പ്രതിപക്ഷ നേതാവ് രാഹുലുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനിടെ BJP 67 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പുറത്തുവിട്ടു. മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി, മുതിർന്ന നേതാക്കളായ അനിൽ വിജ്, ക്യാപ്റ്റൻ അഭിമന്യു എന്നിവർ ആദ്യ പട്ടികയിൽ ഇടം പിടിച്ചു. മികച്ച ഭൂരിപക്ഷത്തിൽ ഭരണം നിലനിർത്തുമെന്ന പ്രഖ്യാപനമാണ് BJP നടത്തുന്നത്. ഒക്ടോബർ 5-നാണ് 90 അംഗ ഹരിയാന നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ്. ജനം, ഡൽഹി.